ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ. വിളംബര ഘോഷയാത്രയോടുകൂടി നടന്ന ഉദ്ഘാടന പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഓഫീസ് കെട്ടിടം നാടിനായി സമർപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഇന്ത്യൻ പാർലമെന്റ് നിയമനിർമ്മാണ സഭയാണെന്നും എന്നാൽ അധികാരം വളരെ കുറവാണെന്നും സംസ്ഥാന നിയമസഭയും ഇതുപോലെ തന്നെയാണെന്നും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടി. പഴയകാലത്ത് പാർലമെന്റിനെയും സെക്രട്ടേറിയറ്റിനെയും പല കാര്യങ്ങൾക്കും ആശ്രയിച്ചിരുന്നുവെങ്കിലും ഇന്ന് അതിലേക്ക് പോകാതെ അധികാരം മൊത്തം ഗ്രാമങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം പി. ഇന്ന് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമനിർമ്മാണ സഭയാണ്. അധികാരം വളരെ കുറവാണ്. നിയമം നിർമ്മിക്കുന്ന ജോലി മാത്രമേ പാർലമെന്റിനുള്ളൂ. സംസ്ഥാന നിയമസഭയും അതുപോലെ തന്നെയാണ് നിയമനിർമ്മാണ സഭയായി ചുരുങ്ങി. പണ്ട് ഏതു കാര്യത്തിനും എന്തിനും ഡൽഹിയിലേക്ക് പോകണമായിരുന്നു നമ്മൾ. ഇന്ത്യയുടെ അധികാര കേന്ദ്രം ഡൽഹി ആയിരുന്നു. കേരളത്തിൻ്റെ അധികാര കേന്ദ്രം തിരുവനന്തപുരമായിരുന്നു, സെക്രട്ടേറിയറ്റ് ആയിരുന്നു. ഇന്ന് ഡൽഹി പോകാതെ, തിരുവനന്തപുരത്ത് പോകാതെ അധികാരം മൊത്തം ഗ്രാമങ്ങളിലേക്ക് വന്നു, ബ്ലോക്കുകളിലേക്ക് വന്നു, ജില്ലയിലേക്ക് വന്നു. ഇന്ന് അധികാരം മുഴുവൻ ഇന്ന് ഗ്രാമസഭകളിലാണ്, പഞ്ചായത്തിലാണ്, ബ്ലോക്ക് പഞ്ചായത്തിലാണ്, ജില്ലാ പഞ്ചായത്തിലാണ്. ഒരു പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ജനങ്ങളുടെ സമഗ്രമായ പുരോഗതി, വികസനം, അവരുടെ ക്ഷേമം, അവരുടെ ഐശ്വര്യം ഇതൊക്കെ തീരുമാനിക്കുന്ന പഞ്ചായത്താണ്. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത ഗ്രാമസ്വരാജ്, സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ അധ്യക്ഷയായി. മുൻ മന്ത്രി CT അഹമ്മദ് അലി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ കരാറുകാരൻ AC മുഹമ്മദ് ഷാഫിയെയും എഞ്ചിനീയർ റാഫി കുന്നിലിനെയും കെട്ടിടത്തിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത KSCCL കമ്പനിക്കുള്ള ആദരവും MP അർപ്പിച്ചു. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ, ചെമ്മനാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ ആയിഷ സഹദുള്ള, കല്ലട്ര അബ്ദുൽ ഖാദർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സമീമ അൻസാരി, ആയിഷ അബൂബക്കർ, ഷംസുദ്ദീൻ തെക്കിൽ, രമ ഗംഗാധരൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹനീഫ പാറ, ബദറുൽ മുനീർ, കലാഭവൻ രാജു, പഞ്ചായത്ത് അംഗങ്ങളായ അഹമ്മദ് കല്ലട്ര, രാജൻ K പൊയ്നാച്ചി, അമീർ B പാലോദ്, ആസിയ മുഹമ്മദ്, TP നിസാർ, മറിയ മാഹിൻ, അബ്ദുൽസലാം സഹദുള്ള, ചന്ദ്രശേഖരൻ കുളങ്ങര, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൻസൂർ കുരിക്കൽ സ്വാഗതവും സെക്രട്ടറി ഇൻചാർജ് മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മുത്തുക്കുടകളുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്രയിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും കുടുംബശ്രീ CDS പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും അംഗൻവാടി ആശാ പ്രവർത്തകരും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും കാർഷിക കർമ്മസേനാ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.